ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, ഗസാ നബിയ്യും മിനൽ അംബിയാ, അംബിയാക്കളിൽപ്പെട്ട ഒരു പ്രവാചകൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഫഖാല ലി ഖൗമി, അദ്ദേഹം തന്റെ ആളുകളോട് പറഞ്ഞു, 3 വിഭാഗം ആളുകൾ എന്റെ കൂടെ യുദ്ധത്തിന് വരരുത്. ലാ യത്ബഅനി റജുലുൻ മലക ബുദ്അംറാത്തിൻ വഹുവ യുരീദു അൻ യബ്നി ബിഹാ വലമ്മാ യബ്നി ബിഹാ, വിവാഹം കഴിച്ചിട്ട് വീട് കൂടാത്ത ആളുകൾ, അവർ എന്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടരുത്. രണ്ടാമത്തെ വിഭാഗം വല അഹദുൻ ബനാ ബുയൂതൻ വലം യർഫഅ സുഖൂഫഹാ, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീടിന്റെ മേൽക്കൂര പണിതുയർത്താത്ത ആളുകൾ എന്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി വരരുത്. വല അഹദുൻ ഇഷ്തറാ ഗനമൻ ഔ ഖലിഫാത്തിൻ വഹുവ യന്തളിറു വിലാദഹാ, ഒരാടിനെയോ ഒരൊട്ടകത്തെയോ വാങ്ങിയിട്ട് ആ ആടിന്റെയോ അല്ലെങ്കിൽ ആ മൃഗത്തിന്റെയോ പ്രസവം കാത്തിരിക്കുന്ന ആളുകളും എന്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടരുത്. ഈ നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം ഫഗസാ, ആ പ്രവാചകൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. ഫദനാ മിനൽ ഖറിയ, ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിന്റെ സമീപമെത്തിയപ്പോൾ ഏകദേശം അസ്ർ നമസ്കാരത്തിനോട് അടുത്ത സമയമായി. ആ അസ്ർ നമസ്കാരത്തിന്റെ സമയമായി, സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അസ്ർ നമസ്കാരത്തിന്റെ സമയം വിട്ടുകിടക്കാൻ പോകുന്നു. സൂര്യൻ അതിന്റെ അസ്തമയത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മഹാനായ പ്രവാചകൻ സൂര്യനോട് പറഞ്ഞു, ഇന്നക്കി മഅ്മൂറ വഅന മഅ്മൂറുൻ, നീ കൽപ്പിക്കപ്പെട്ടവളാണ്, ഞാൻ കൽപ്പിക്കപ്പെട്ടവനും. അതുകൊണ്ട് അല്ലാഹുമ്മ ഹ്ബിസ്ഹാ അലൈന, അല്ലാഹുവേ ഈ സൂര്യനെ ഞങ്ങൾക്ക് അനുകൂലമായി നീ തടഞ്ഞു നിർത്തേണമേ, ഇതിനെ അസ്തമിപ്പിക്കരുതേ, ഇതിനെ ഞങ്ങൾക്ക് വേണ്ടി തടഞ്ഞു നിർത്തേണമേ. ഫഹുബിസത്, അങ്ങനെ ആ സൂര്യൻ തടഞ്ഞു നിർത്തപ്പെട്ടു. ഹത്താ ഫതഹല്ലാഹു അലൈഹി, അവസാനം യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന് വിജയം കിട്ടി. ഫജമഅൽ ഗനായിമ, ആ യുദ്ധത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ സമരാർജിത സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അത് കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ലിതഅകുലഹ, എന്തിനു വേണ്ടിയാണ്? തീ തിന്നുന്നതിനു വേണ്ടി. മുൻകാലങ്ങളിലുള്ള രീതി എങ്ങനെയാണ്? സമരാർജിത സ്വത്തുക്കൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയും അതിനെ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അതിനെ കരിച്ചു കളയുകയുമാണ് പതിവ്. അപ്പൊ അങ്ങനെ തീ തിന്നുന്നതിന് വേണ്ടി അതിനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടെങ്കിലും ഫലം തതഅമഹ, ആ സമരാർജിത സ്വത്തുക്കളെ തീ നശിപ്പിച്ചില്ല, തീ തിന്നില്ല. ഉടനെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഫീകും ഗുലൂല, നിങ്ങളിൽ ആരോ വഞ്ചകന്മാരാരോ ഉണ്ട്, കള്ളന്മാരാരോ ഉണ്ട്. അതുകൊണ്ടാണ് തീ ഈ സമരാർജിത സ്വത്തുക്കളെ തിന്നു നശിപ്പിക്കാത്തത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, എല്ലാവരും, ഓരോ ഗോത്രത്തിലെയും ഓരോ ആളുകളും എന്റെ അടുക്കൽ വന്ന് ബൈഅത്ത് ചെയ്യണം, എന്റെ കൈ പിടിക്കണം. അങ്ങനെ ഗോത്രത്തിലെ ഓരോരുത്തരും ബഹുമാനപ്പെട്ട പ്രവാചകന്റെ അടുക്കൽ വന്ന് കൈപിടിച്ചു. എത്രത്തോളം? ഫലസിക്കത്തി യദു റജുലൈനി ഔ സലാസത്തിൻ ബിയദി, 2 ആളുകളുടെയോ 3 ആളുകളുടെയോ കൈ പ്രവാചകന്റെ കൈയുമായി ഒട്ടിച്ചേർന്നു. ഫഖാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫീകുമുൽ ഗുലൂൽ, ഈ ഗോത്രത്തിലാണ്, നിങ്ങളിലാണ് വഞ്ചകന്മാരുള്ളത്. അതുകൊണ്ട് ആ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ വന്ന് കൈപിടിക്കട്ടെ. അങ്ങനെ കൈപിടിച്ച് അവസാനം വഞ്ചകരെ തിരിച്ചറിഞ്ഞു. വഞ്ചകന്റെ കൈ പ്രവാചകന്റെ കൈയുമായി ഒട്ടിച്ചേർന്നു. അവസാനം ഫജാഉ ബിറഅസി മിസ്ലി റഅസി ബഖറത്തിൻ മിന ദഹബി ഫവളഉഹാ, ഒരു പശുവിന്റെ തല പോലെയുള്ള സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സാധനം പ്രവാചകന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. ഫജാഅത്തിൻ നാറു ഫഅകലത്ഹാ, അപ്പോൾ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി വരികയും ആ സമരാർജിത സ്വത്തുക്കളെ തിന്നുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളോട് സ്വീകരിച്ച നടപടി ഇതായിരുന്നെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു
ഗനീമത്ത് സ്വത്ത്, സമരാർജിത സ്വത്ത് അള്ളാഹു ഹലാലാക്കി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകൻ ബഹുമാനപ്പെട്ട യൂശഅ ഇബ്നു നൂൻ എന്നറിയപ്പെടുന്ന പ്രവാചകനായിരുന്നു. ഈ പ്രവാചകന്റെ ഈ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികളായ നാം ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ പാഠം, ബഹുമാനപ്പെട്ട യൂശഅ ഇബ്നു നൂൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലാതെ മറ്റൊരു മനുഷ്യന് വേണ്ടിയും അള്ളാഹു സൂര്യനെ തടഞ്ഞു വെച്ചിട്ടില്ല. ഹദീസിൽ വളരെ വ്യക്തമായിട്ട് കാണാം, ഈ പ്രവാചകന് വേണ്ടിയല്ലാതെ മറ്റൊരു പ്രവാചകന് വേണ്ടിയും അള്ളാഹു സൂര്യനെ തടഞ്ഞു വെച്ചിട്ടില്ല. ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമത്തെ പാഠം, മുൻഗാമികളായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗനീമത്ത് സ്വത്ത് ഉപയോഗിക്കാനുള്ള അനുവാദമില്ലായിരുന്നു. എന്നാൽ പിന്നീട് മുഹമ്മദ് നബിയുടെ സമുദായമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ പരിതാപകരമായ അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് അള്ളാഹു ഗനീമത്ത് സ്വത്ത് ഉപയോഗിക്കാനുള്ള അനുവാദം നൽകി. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു സൂക്തത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സ്വത്ത് ഈ ഉമ്മത്തിന് അനുവദനീയമാക്കിയത്. മറ്റൊരു പാഠം എന്ന് പറയുന്നത്, അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയാൾ ദുനിയാവിന്റെ താല്പര്യങ്ങളോട് മനസ്സ് ഉടക്കി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ ദുനിയാവിന്റെ താല്പര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒഴിവായതിനു ശേഷം മാത്രമേ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ളതാണ് മറ്റൊരു പാഠം. അതുകൊണ്ടാണ് പ്രവാചകൻ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് 3 വിഭാഗം ആളുകളോട് വരരുത് എന്ന് പറഞ്ഞത്. ഒന്ന് പെണ്ണുകെട്ടിയ ആളുകൾ. പെണ്ണുകെട്ടിയ ആളുകൾ യുദ്ധത്തിന് വേണ്ടി വന്നാൽ പിന്നെ യുദ്ധക്കളത്തിലും അവന്റെ ചിന്ത അവന്റെ പുതിയ പെണ്ണിനെ കുറിച്ചായിരിക്കും. വീട് പണി നടക്കുന്ന ഒരു മനുഷ്യൻ യുദ്ധത്തിന് വന്നാൽ യുദ്ധക്കളത്തിലും അവന്റെ ചിന്ത എങ്ങനെ വീട് പണി പൂർത്തിയാക്കാം എന്നതിനെ കുറിച്ചായിരിക്കും. പ്രസവത്തിന് വേണ്ടി നിർത്തപ്പെട്ട ആടിന്റെ ഉടമസ്ഥൻ യുദ്ധത്തിന് വേണ്ടി വന്നാൽ ആ സമയത്തും അവന്റെ ചിന്ത, അല്ലാഹുവേ എന്റെ ആട് എന്റെ ഒട്ടകം പ്രസവിക്കുമോ എന്നതിനെ കുറിച്ചായിരിക്കും. അപ്പൊ ഭൗതികമായ താല്പര്യങ്ങളോട് മനസ്സ് ഉടക്കി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെടരുത്. നമസ്കാരത്തിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ബാങ്ക് വിളിക്കുന്ന ആ സമയം മുതൽ, ഇഖാമത്തിന്റെ സമയം മുതലല്ല, ബാങ്ക് വിളിക്കുന്ന ആ സമയം മുതൽ തന്നെ നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറഞ്ഞത് ഒരു പാഠം അതാണ്. മറ്റൊരു പാഠം എന്ന് പറയുന്നത്, ചതിയും മോഷണവും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണമാകും എന്നുള്ളതാണ്. ഒരാൾ ചതിയനാണെങ്കിൽ, വഞ്ചകനാണെങ്കിൽ, അയാൾ എത്ര വലിയ ഹാജിയാരാണെങ്കിലും എത്ര വലിയ നമസ്കാരക്കാരനാണെങ്കിലും അതിന്റെ കർമ്മങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് ആ ഗനീമത്ത് സ്വത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോ അതിനെ ആകാശത്ത് നിന്ന് അഗ്നി വന്ന് തിന്നാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ദീർഘമായിട്ട് നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ നമസ്കരിക്കുന്ന സമയത്ത് അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം വഞ്ചിച്ചെടുത്ത വസ്ത്രമാണെങ്കിൽ അല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്ത വസ്ത്രമാണെങ്കിൽ അയാളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ഇതാണ്, ഇത്രയും പാഠങ്ങളാണ് ബഹുമാനപ്പെട്ട യൂശഅ ഇബ്നു നൂൻ എന്ന് പറയുന്ന മഹാനായ പ്രവാചകന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, അതുകൊണ്ട് ഖുതുബ അവസാനിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കാതെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പള്ളിയിലേക്ക് വരിക, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ.